തൃശൂരിലെ കൂട്ടത്തല്ലിൽ കെപിസിസി നടപടി. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും MP വിൻസെന്റിനും രാജിവെക്കാൻ നിർദ്ദേശം. പകരം ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠന്. കെപിസിസി നേതൃസ്ഥാനം മുരളീധരന് നൽകാൻ തയ്യാറെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു കെ സുധാകരൻ. കോഴിക്കോട് മുരളീധരനെ പിന്തുണച്ച് ഫ്ലക്സ് ബോർഡുകൾ. മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചടങ്ങ് വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ. TDPയും JDUവിനും 2 വീതം മന്ത്രിസ്ഥാനങ്ങൾ. അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും നിർമ്മല സീതാരാമനും മന്ത്രിമാരാകും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. കരാർ ഒപ്പിട്ട 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്ന് വിശദീകരണം. ക്യാബിനറ്റ് മന്ത്രിയായാൽ സിനിമകൾ മുടങ്ങുമെന്ന് BJP നേതൃത്വത്തെ അറിയിച്ചെന്ന് സൂചന. സുരേഷ് ഗോപിക്ക് ഡൽഹിയിലെത്താൻ ക്ഷണം. കോഴിക്കോട് ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു മരണം. തൃശൂർ ചാഴൂരിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. തൃശൂരിൽ KSRTC ബസ് പ്രതിമയിൽ ഇടിച്ചു കയറി അപകടം. അങ്കമാലിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. ബാർക്കോഴ ആരോപണം അടക്കം ആയുധമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. തദ്ദേശ വാർഡ് വിഭജന ബില്ലും സഭയിൽ. T20 ലോകകപ്പിൽ ഇന്ത്യ-പാക് പോരാട്ടം. മത്സരം രാത്രി 8-ന് ന്യൂയോർക്കിൽ. പാകിസ്ഥാന് മത്സരം നിർണായകം.